ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി സമാധി ആയതാണോ അതോ മക്കൾ സമാധാനമായിട്ട് സമാധി ആക്കിയതാണോ? ഇതാണ് ഇപ്പം 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ആ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും ആയിട്ടില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ മക്കൾ രണ്ട് ആൺമക്കളാണെന്ന് പറയുന്നുണ്ട്. ആ രണ്ട് മക്കളുടെയും സത്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് മൊഴികൾ എന്ന് പറയുന്ന കാര്യങ്ങൾ രണ്ടും പരസ്പര വൈരുദ്ധ്യമുള്ളതാണ്, വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സംശയം ഉണർത്തുന്നതെന്ന് പറഞ്ഞാൽ. ഇതിലപ്പുറത്തേക്ക് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മതവും വിശ്വാസങ്ങളുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന ചുമട്ട് തൊഴിലാളിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി. അതിനുശേഷം അദ്ദേഹം ഈ പറയുന്ന ഒരു വീടിനോട് ചേർന്ന് തന്നെ ഒരു സ്ഥലത്തായിട്ട് ഗുഹ പോലെ നിർമ്മിക്കുന്നു. അവിടെയായിട്ട് ഈ പറയുന്ന കണക്ക് ഇതുപോലെ മെഡിറ്റേഷൻ അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് പറയുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇങ്ങനെ കുറേ കാര്യങ്ങൾ യോഗി വര്യന്മാർ അനുഷ്ഠിക്കുന്നത് പോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ പറയുന്നു. അതിനുശേഷം ആ സ്ഥലത്തായിട്ട് അദ്ദേഹം പിന്നീട് ഒരു ശിവക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നു. അത് സ്വന്തമായിട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നീട് അവിടെ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ആൾക്കാരൊക്കെ, അവിടുത്തെ ജനങ്ങളൊക്കെ തൊഴുവാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുമായിരുന്നു. പക്ഷെ പിന്നീട് ഇവരുടേതായിട്ടുള്ള ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ അതിലേക്ക് ഇടകലർത്തുന്നതായിട്ട് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുകയും അത് പിന്നീട് പ്രശ്നങ്ങളായിട്ട് മാറുകയും അങ്ങനെ ആൾക്കാരെല്ലാം ഇവിടെ തൊഴുവാൻ വരുന്നതും കാര്യങ്ങളും ഒക്കെ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൽ പോലും പറയപ്പെട്ടൊരു കാര്യം, പെൺകുട്ടികൾ വന്ന് തൊഴുന്നതിൽ അവരിട്ടുകൊണ്ട് വരുന്ന വസ്ത്രധാരണത്തിൽ പോലും ചില കാര്യങ്ങൾ ഇവർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതായത് സ്ത്രീകൾ അവിടേക്ക് വരുന്ന സമയത്ത്, പെൺകുട്ടികൾ വരുന്ന സമയത്ത് അവിടെ ചുരിദാറും മറ്റും ഇട്ടുകൊണ്ട് വരരുത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മതം അനുഷ്ഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന ഭരണഘടന അനുമതി നൽകുന്ന ഒരു കാര്യങ്ങളാണ്. ഏത് മതത്തിൽ വിശ്വസിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, സംഘടനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരാധന നടത്തുന്നതൊക്കെ നമുക്ക് പറയുന്ന കാര്യമാണ്. പക്ഷേ അതിൽ തൊഴുവാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള ഡ്രസ് കോഡോ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അതിലെന്തൊക്കെയോ കുഴപ്പങ്ങൾ സ്വാഭാവികമായിട്ടും തോന്നാം. പക്ഷേ ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ജനങ്ങളൊന്നും അവിടെ തൊഴുവാൻ വരുന്നില്ല. അത് അവർ മാത്രം പൂജാവിധി ക്രമം അനുസരിച്ച് പൂജകൾ നടത്തുന്നു. ഇളയ മകനാണ് അവിടുത്തെ പൂജ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, 4 വർഷത്തോളമായിട്ട് ഈ പറയുന്ന ഗോപൻ സ്വാമിയെ വെളിയിലോട്ട് കാണാറില്ല. അദ്ദേഹം ഒരു കിടപ്പ് രോഗിയാണ്, ആരും കണ്ടിട്ടില്ല, തൊട്ടടുത്ത അയൽവാസി പോലും കണ്ടിട്ടില്ല. പക്ഷേ ഇതിനേക്കാളും നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യം, ഒരു കൗൺസിലർ, അവിടുത്തെ കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ഒരു ബൈറ്റ് പലതരത്തിൽ എല്ലാ വീഡിയോയിലും വന്നിട്ടുണ്ട്, എല്ലാ ചാനലുകാരും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ കൗൺസിലർ പറയുന്ന കാര്യം, അവർക്ക് യാതൊരു തരത്തിലും ഒരു പൊതുപ്രവർത്തക സംസാരിക്കേണ്ട രീതിയിലല്ല സത്യത്തിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ. അവർ പറയുന്നത് ഈ പ്രദേശങ്ങളിൽ ഇതിനു മുന്നും സമാധിയാക്കപ്പെട്ട ആൾക്കാരെ അവർ കണ്ടിട്ടുണ്ട്, ഈ ഒരു സമാധി പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിലൊക്കെ ഒരു തരത്തിലും നമുക്കൊന്ന് യോജിക്കാൻ പറ്റാത്ത കുറേയധികം കാര്യങ്ങളാണ് അവർ പറയുന്നതെന്ന് പറയുന്നത്. അവർ ഒരാഴ്ച മുന്നേ കണ്ടതേ ഉള്ളൂ. പക്ഷെ അവിടെ തൊട്ടടുത്തുള്ള അയൽപ്പക്കക്കാർ പറയുന്നു വർഷങ്ങളായിട്ട് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു എന്ന്. ഇനി അതിനേക്കാൾ അത്ഭുതം ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത്, മൂത്ത മകൻ പറയുന്നു അച്ഛൻ അവിടെ മരിച്ചിരിക്കുകയാണ് ചെയ്തത്, പിന്നീട് ഞാനും എൻ്റെ അനുജനും കൂടി എടുത്ത് സമാധിയാക്കപ്പെടുന്ന അല്ല നിർമ്മിച്ച ആ സ്ലാബ് കെട്ടിയിരിക്കുന്ന ഭാഗത്ത് കൊണ്ടുപോയി മൂടുകയാണ് ചെയ്തതെന്നാണ് ഈ പറയുന്ന മൂത്ത മകൻ പറയുന്നതെന്ന് പറഞ്ഞത്. എന്നാൽ ഇളയ മകൻ്റെ മൊഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ ഈ പറയുന്ന കണക്ക് ഒരു സമയമായ സമയത്ത് സമാധിയാവുന്ന നേരത്തെ തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നിട്ട് കന്യാകുമാരിയിൽ പോയി അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള കല്ലുകൾ കൊണ്ടുവന്ന് നേരത്തെ തന്നെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ അതിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ അച്ഛൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് സങ്കടമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമാവോ എന്ന് വെച്ചാൽ അച്ഛൻ അതൊന്നും പറയാതിരുന്നതാണ്. അച്ഛന് നേരത്തെ മുന്നേ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, സമാധിയാവുന്ന ഡേറ്റ് അടക്കം അറിയായിരുന്നു. അച്ഛൻ 2-3 ദിവസം മുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന്, ഞാനാണ് അച്ഛന് ഈ പറഞ്ഞ ഷുഗറിൻ്റെയും BP-യുടെയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് അതിൻ്റെ ഗുളികയൊക്കെ കൊടുക്കുന്നത്, ഇൻസുലിനൊക്കെ കുത്തിവയ്പ്പൊക്കെ എടുക്കുന്ന ഞാനാണ്. അപ്പം അത് കൊടുത്ത് അതിനുശേഷം BP-യുടെ ഗുളിയും അദ്ദേഹം വാങ്ങി കഴിച്ചതിന് ശേഷം അച്ഛൻ നേരെ അവിടെ ആ കല്ലിലേക്ക് പോയിരുന്ന്, സമാധി കല്ലിലേക്ക് പോയിരുന്ന് സമാധിയായി എന്നാണ് ഇളയ മകൻ പറയുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കോമഡി ഉണർത്തുന്നൊരു കാര്യമാണ്. ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരിക്കലും കോമഡി ആയിട്ട് പറയാൻ പറ്റത്തില്ല, ചിത്രീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ കോമഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾറെഡി സമാധിയാവുന്ന ദിവസം അടക്കം അറിയുന്ന ഒരു മുനിവര്യൻ അല്ലെങ്കിൽ ഒരു യോഗി അല്ലെങ്കിൽ ഒരു സ്വാമി, അദ്ദേഹത്തിന് ഈ പറഞ്ഞ സമാധിയാവുന്നതിന്
മുന്നേ പിന്നെ എന്തിനാണ് BP-യുടെ ഗുളികയും ഈ പറയുന്ന ഈ ഇൻസുലിൻ്റെയൊക്കെ കുത്തിവയ്പ്പ് എടുക്കേണ്ട ആവശ്യം എന്താണ്? ഓൾറെഡി അവർക്കറിയാലോ ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ മരിക്കാൻ പോവുകയാണ്. ആ മരണപ്പെടുന്ന വ്യക്തി പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പ്രിവെൻഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവങ്ങൾ എടുക്കുന്നതെന്നുള്ളത് ഏറ്റവും കൂടുതൽ ആശ്ചര്യം ഉണർത്തുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിൽ തന്നെ 2 വൈരുദ്ധ്യങ്ങളാണ്. മോൻ പറയുന്നു വീട്ടിനകത്ത് തന്നെ മരണപ്പെട്ടിരുന്നു, ഇളയ മകൻ പറയുന്നു അല്ല സമാധിക്കല്ലിൽ പോയിരുന്നതിന് ശേഷം സമാധി അടയുന്നു, അതിനുശേഷം അവിടെ സ്ലാബിട്ട് കോൺക്രീറ്റ് ചെയ്ത് സ്ലാബിട്ട് അച്ഛനെ സമാധിയാക്കി എന്ന് പറയുന്നു. അപ്പം രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇവർ പറയുന്ന കുറേയധികം കാര്യങ്ങൾ, ശപിക്കൽ, ഭാര്യ ആൾക്കാരെ ശപിക്കും, ദൈവം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടും, ആ സമാധി പൊളിക്കാൻ പാടില്ല, വെല്ലുവിളിക്കുന്നു. പിന്നെ ഈ പറയുന്ന ബൈറ്റെടുക്കാൻ വന്ന ഈ പറയുന്ന ചാനലുകാരോടൊക്കെ പറയുവാണ് ഭഗവാനോട് പോയി ചോദിക്കും എന്താണ് പറ്റിയെന്നുള്ള. ഇത്തരത്തിൽ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്, ഏതൊരു നാട്ടിലായാൽ പോലും ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മരണം എന്ന് പറയുന്നത് ജനനമായാലും മരണമായാലും അത് ഗവൺമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്തുകളുമായി കേന്ദ്രീകരിച്ച് സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓരോ പഞ്ചായത്തുകളിലും അത് അറിയിക്കേണ്ടത് കൃത്യമായിട്ട് അതൊരു നടപടിക്രമമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംഭവം നടന്നിട്ട് അവിടുത്തെ അയൽവാസികൾ അറിഞ്ഞിട്ടില്ല, പഞ്ചായത്തിൽ അറിയിച്ചിട്ടില്ല, ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ വന്ന് നേരെ നോക്കി മരണപ്പെട്ടു എന്നൊരു സംഭവം ഔദ്യോഗികമായിട്ട് പറയുക പോലും ചെയ്യുന്നതിന് മുന്നേ മക്കൾ അങ്ങ് സ്ലാബ് ഇട്ട് മൂടി എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതൊരു ആത്മഹത്യ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കൊലപാതകം അങ്ങനെ ഒരു രീതിക്ക് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റൂ. സ്വാഭാവികമായിട്ട് ഈ ഒരു സ്ലാബ് പൊളിച്ച് ആ ഒരു മനുഷ്യനെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് ജീവനോടെ അതിനുള്ളിൽ വെച്ചിട്ട് അദ്ദേഹം ശ്വാസം മുട്ടി മരിച്ചതാണോ അതോ മറ്റേതെങ്കിലും വിധത്തിൽ മരണപ്പെട്ടതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമ്പലം അച്ഛൻ കെട്ടിയതാണ്. ആ അമ്പലത്തിൽ സ്വാഭാവികമായിട്ട് ഇവരുടെ തന്നെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ കൊണ്ട് ആൾക്കാർ വരത്തില്ലായിരുന്നു, എല്ലാവരുമായിട്ട് ഉടക്കി പിരിഞ്ഞ് അത്തരത്തിൽ തന്നെയാണ് ഇവർ കഴിഞ്ഞിരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അവിടെ പൂജാ വിധികളൊക്കെ നടത്തുന്നുണ്ട്. പശു വളർത്തലും മറ്റു കാര്യങ്ങളുമാണ് ഇവരല്ലാത്ത വരുമാന മാർഗമായിട്ട് പറയുന്നത്. മൂത്ത മകൻ എന്ന് പറയുന്ന ഒരു മാരുതി കമ്പനിയോ മറ്റുമാണ് ജോലി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസങ്ങൾ, മതം എന്ന് പറയുന്നത് വലിയൊരു കച്ചവടമാണ് ഇന്നത്തെ കാലത്തെന്ന് പറയുന്നത്. അതിൽ മാത്രം കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ, നമ്മുടെ അന്ധവിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമാധി അടഞ്ഞു അല്ലെങ്കിൽ ഭയങ്കര ശ്രേഷ്ഠനായിട്ടൊരു വ്യക്തിയാണ് എന്നുള്ള രീതിക്ക് ഒരു വ്യാജമായിട്ടുള്ള ഇത്തരത്തിലൊരു കെട്ടിച്ചമച്ച കഥ മുന്നോട്ട് കൊണ്ടുവരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ക്ഷേത്രത്തിൽ പിന്നീട് വരാതിരുന്ന ആൾക്കാർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു വലിയ സംഭവമായിട്ട് മാറാറുണ്ട്. ആൾക്കാർ വരുമ്പോൾ അവിടെ കൂടുതലായിട്ട് ഫണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കും, പണമിടപാടുകൾ നടക്കും, അങ്ങനെ കുറേയധികം വരുമാന സ്രോതസ്സ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് ഏതൊരു മനുഷ്യൻ്റെ ഒരു കച്ചവട തന്ത്രമാണ്, വിശ്വാസം, മതം വെച്ചുള്ളൊരു കച്ചവട തന്ത്രം. സ്വാഭാവികമായിട്ട് ഇളയ മകൻ ആ അമ്പലത്തിൽ പോറ്റി കൂടിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അവർക്ക് ഒരു തരത്തിലുള്ള ഈ പറയുന്ന വരുമാനവും ഇല്ലാതെ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് ഈ പറയുന്ന പൂജാദ്രവ്യങ്ങളും വാങ്ങിച്ച് ബാക്കി കാര്യങ്ങളും ചെയ്ത് അമ്പലത്തിൽ ദൈവത്തിനെ കുടിയിരുത്തി ഈ പറയുന്ന പൂജ നടത്തുക എന്ന് പറയുന്നത് എല്ലാ കാലവും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കാര്യം ചെയ്യുന്ന സമയത്ത് തനിക്ക് വരുമാനം കിട്ടണം അല്ലെങ്കിൽ ഇതൊരു വലിയ സംഭവമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഈ പറയുന്ന അച്ഛനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, അതിനുശേഷം ഇങ്ങനെ ചെയ്യുന്നു. കാരണം കിടപ്പ് രോഗിയായിരുന്നു എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഇത്രയും വർഷമായിട്ട് കിടപ്പ് രോഗിയായിരിക്കുന്ന വ്യക്തിയെ ഈ പറയുന്ന മലവും മൂത്രമൊക്കെ എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും നോക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിനിഷ്ടപ്പെടാത്ത ന്യൂ ജനറേഷൻ പിള്ളേരാണ് ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പോൾ അവർ സമാധാനമാക്കി എന്നുള്ളൊരു കമൻറ്റും വരുന്നുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് അതിനോട് യോജിക്കേണ്ടി വരുന്നൊരു കാര്യമാണ്. ഇനി അതിനപ്പുറത്തേക്ക് അതല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ വയ്യാതെ കടന്ന് മരണപ്പെട്ട സമയത്ത് സ്വാഭാവികമായിട്ടും സമാധി അടഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരത്തുവാണെന്നുണ്ടെങ്കിൽ ഈ വാർത്ത ഭയങ്കരമായിട്ട് ശ്രദ്ധ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തപ്പെടുകയും അങ്ങനെ ആൾക്കാർ അവിടെയൊക്കെ കാണാൻ വരികയും അത് വലിയൊരു സംഭവമായിട്ട് മാറ്റിയും ആ ക്ഷേത്രം പിന്നീട് വീണ്ടും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുണ്യാഹം തളിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും ഒരു പുനരുദ്ധാരണം പോലെയൊക്കെ നടത്തിയിട്ട് തുറക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പിന്നീട് ആ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. ഒക്കെ സ്ഥിര വരുമാനമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. നല്ലൊരു ആദായ മാർഗ്ഗമാണ്. കാരണം എന്ന് വെച്ചാൽ അവരച്ഛൻ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. അപ്പം ഇങ്ങനൊരു തന്ത്രവും അതിൻ്റെ പിന്നിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി 1% മാത്രം വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് സമാധി അടയലെന്ന് പറയുന്ന ഒരു തത്വം അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് പലതരത്തിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞു വന്നിട്ടുള്ള നമ്മുടെ ചരിത്ര കൃതികളിലും അല്ലെങ്കിൽ ഐതിഹ്യത്തിലും പുരാണത്തിലും മിത്തിലും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു സംഭവം ഉള്ള സാഹചര്യത്തിൽ ചില ആൾക്കാരെങ്കിലും പറയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രകൃതിയോടൊക്കെ ഏറ്റവും ഇണങ്ങി ജീവിക്കുന്ന ഈ യോഗയും മെഡിറ്റേഷനും
പേഷ്യൻസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ചില ആൾക്കാർക്ക് ഇത്തരത്തിൽ പറ്റും എന്നൊരു സംഭവം. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, പക്ഷെ പറഞ്ഞ കാര്യം ഞാൻ അതുകൊണ്ടാണ് ഒരു പെർസെൻറ്റേജ് എന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മേ ബി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് എത്തരത്തിലാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഒന്നിലിത് ഗോപൻ സ്വാമി സമാധി ആയതാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സമാധാനപരമായിട്ട് മക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കോ നോക്കാൻ കഴിയാത്തത് കൊണ്ട് മനഃപൂർവ്വം അച്ഛനെ സമാധിയാക്കി അവിടെ ഇരുത്തിയതുമാകാം. അതിലൂടെ വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കുക, വലിയൊരു സ്രോതസ് ഉണ്ടാക്കുക, ഈ പറയുന്ന മതത്തിനെയും വിശ്വാസത്തിനെയും പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക, മറ്റൊരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് ഒരു ബിസിനസ് ആക്കി മാറ്റുക എന്നൊരു തന്ത്രമായിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന വീട്ടുകാർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിൽ അപ്പുറത്തേക്ക് ഒരു കൗൺസിലർ കൂടി ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നത് കാണുന്ന സമയത്താണ് നമുക്കിതിൻ്റെ ഒരു വല്ലാത്തൊരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ളൊരു കാര്യത്തിനെ കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന കുറച്ചധികം ആൾക്കാർ പറയുന്നത് പോലെ ഇത്രയും ദിവസങ്ങൾക്ക്, ഒരുപക്ഷെ 2-3 ദിവസങ്ങൾക്ക് മുൻപെങ്കിലും ആ സ്ലാബ് പൊളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവനോടെ തന്നെ അവിടെ ഇരിക്കുന്ന ഗോപിസ്വാമിയെ പുറത്തെടുക്കാൻ കഴിയുമായിരുന്നെന്ന് ചിലവരെങ്കിലും ഒരു തമാശ രീതിക്കെങ്കിലും കമന്റിട്ടുണ്ട്. അതെന്താവും നമ്മുടെ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ നരബലി അടക്കമുള്ള കാര്യങ്ങൾ നടന്നു കൂട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ നടക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ചിന്തയ്ക്ക് അതീതമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ നടന്നത് എന്താണെന്നുള്ള കാര്യം, കാരണം പരിസരവാസികളുമായിട്ടോ ആരുമായിട്ടോ യാതൊരു തരത്തിലും കോണ്ടാക്ട് ഇല്ലാത്ത, അവരൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്ന, വർഷങ്ങളായി കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നടന്ന് അവിടെ പോയി ഇരുന്ന് സമാധിയായെന്ന് ഒരു മകനും, മറ്റൊരു മകൻ വീടിനകത്തിരുന്ന് തന്നെ സമാധിയായെന്ന് മറ്റൊരു മകനും വാദിക്കുന്ന സമയത്ത് അവിടെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും പോലീസും ഈ കാര്യങ്ങളും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്ത് അതൊരു വല്ലാത്ത ലഹളയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് ഇതിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് അവരും സൂക്ഷിച്ച് മാത്രമാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു ലാഗ് നടക്കുന്നതെന്ന് പറയുന്നത്. കളക്ടറുടെ ഉത്തരവ് കിട്ടാനുള്ള ഒരു വല്ലാത്തൊരു കാലതാമസം, അതുകൊണ്ടാണല്ലോ അത് പൊളിച്ച് പുറത്തെടുക്കാനുള്ളത്, പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഈ പറയുന്ന മുന്നോട്ടുള്ള ദിവസങ്ങളിലെങ്കിലും സത്യാവസ്ഥ പുറത്തു വരുമായിരിക്കും. സമാധിയായതാണോ സമാധിയാക്കപ്പെട്ടതാണോ?